കാസർഗോഡ് ജില്ലയിൽ ആകെ 2855 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ വിവിധ തലങ്ങളിലായി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. വരുന്ന ഡിസംബർ 11-ന് ഇവരുടെ വിധിയെഴുതാൻ കാത്തിരിക്കുന്നത് 11,12,190 വോട്ടർമാർ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആകെ 2855 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ നിന്നും ജനവിധി തേടുന്നത്. ഇതിൽ 1382 പേർ പുരുഷന്മാരും 1473 പേർ സ്ത്രീകളുമാണ്. ജില്ലാ പഞ്ചായത്തിൽ 62 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 293 സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തുകളിൽ 2167 സ്ഥാനാർത്ഥികളും നഗരസഭകളിൽ 333 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. അതേസമയം ജില്ലയിൽ നിലവിലുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം 11,12,190 ആണ്. ഇതിൽ 5,24,022 പേർ പുരുഷന്മാരും 5,88,156 പേർ വനിതകളുമാണ്. ഇതുകൂടാതെ 12 ട്രാൻസ്ജെൻഡേഴ്സും 129 പ്രവാസികളും വോട്ടർമാരായുണ്ട്. ഡിസംബർ 11-ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന വോട്ടെടുപ്പിൽ ഇവരെല്ലാവരും ചേർന്ന് സ്ഥാനാർത്ഥികളുടെ വിധിയെഴുതും. 38 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 3 മുനിസിപ്പാലിറ്റികളിലേക്കും ഒപ്പം ജില്ലാ പഞ്ചായത്തിലേക്കുമായി ആകെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനായി ഗ്രാമപഞ്ചായത്തുകളിൽ ആകെയുള്ള 725 വാർഡുകളിലേക്കായി 1242 പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിലെ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിക്കും. ഇങ്ങനെ ആകെ 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുണ്ടാവുക. 92 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും 18 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമാണ് മത്സരം നടക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി 207 ബസ്സുകളും 111 മിനി ബസ്സുകളും 69 ട്രാവലറുകളും 32 ലൈറ്റ് മോട്ടോർ വെഹിക്കിളുമായി ആകെ 689 വാഹനങ്ങളുടെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.